സ്റ്റോറി ഓഫ് ദ ബോട്ട് ടാവസത്തിലുള്ളൊരു സ്റ്റോറിയാണ്. ഒരു വ്യക്തി ഒരിക്കലൊരു ബോട്ട് തുഴഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇദ്ദേഹം ബോട്ട് തുഴഞ്ഞു പോകുന്ന സമയത്ത് സൈഡിൽ നിന്നൊരു ബോട്ട് വരികയാണ്. അത് കവേർഡാണ്. ആൻഡ് ആ ബോട്ട് ഇദ്ദേഹത്തിൻ്റെ ബോട്ടിനടുത്തേക്ക് വരിക. അപ്പം പുള്ളി പറയുകയാണ്, പുള്ളി ഇങ്ങനെ വിളിച്ച് സൗണ്ട് ഉണ്ടാക്കുകയാണ്, അടുത്തേക്ക് വരില്ല, തട്ടും എന്നുള്ളത്. എന്നാൽ ആ ബോട്ട് നിർത്താതെ മുമ്പോട്ട് വരികയാണ്. വന്ന് ഇദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും പറ്റിയില്ല. ബോട്ട് വന്ന് ഇടിച്ച് ഈ വെള്ളം മറിയുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ബോട്ട് മറിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു കയറി, ബോട്ട് നേരിട്ട് തിരിച്ചു കയറിയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ അടുത്തേക്ക് വരില്ല, എന്തിനത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ആൻഡ് ദേഷ്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബോട്ടിൽ നിന്ന് എടുത്ത് ചാടി മറ്റേ ബോട്ടിലേക്ക് ചെന്നു, ഇതിനകത്ത് ആരെന്നൊന്ന് നോക്കാൻ വേണ്ടി. അകത്ത് ചെന്നപ്പോൾ ആ ബോട്ട് എംറ്റിയാണ്, അതിനകത്ത് ആരുമില്ല. അത് ആരുമില്ലാത്ത തന്നെ വന്ന് തട്ടിയൊരു ബോട്ട്. ആരുമില്ലെന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് തോന്നി? പെട്ടെന്ന് ദേഷ്യം അങ്ങ് ശമിച്ചു. കാര്യം ദേഷ്യപ്പെടാൻ ആരുമില്ല, പ്രത്യേകിച്ച് ആരുടെയും കാരണം കൊണ്ടല്ല, ഇത് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം അങ്ങ് ശാന്തമാവുകയാണ്. നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ ഡെയിലി ലൈഫിൽ വരികയാണെങ്കിൽ നാച്ചുറലി ചിലർക്കുള്ള ടെൻഡൻസിയാണ്, നമ്മളിൽ പലർക്കും ഉണ്ടത്, അത് പാർട്ട്ണറിൻ്റെ മുകളിലേക്ക് അങ്ങ് പഴിചാരും. പാർട്ട്ണറിൻ്റെ മിസ്റ്റേക്ക് ആണോ അല്ലയോ എന്നുള്ളത് സെക്കൻഡറിയാണ്. പക്ഷെ പഴിചാരണം എനിക്ക് ബ്ലെയിം ചെയ്തല്ലേ പറ്റും. അപ്പം ഇവിടെ വലിയൊരു ചോദ്യം ഇതാണ്, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മിസ്റ്റേക്ക് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലും നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ കൊണ്ട് നടക്കും, അതോ നിങ്ങൾ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും? അത് നമ്മളെല്ലാവരും ഉത്തരം തരേണ്ട ഒരു ചോദ്യമാണ്. കാര്യം റിലേഷൻഷിപ്പുകളിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നമുക്ക് എമ്പതി തോന്നണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് നീങ്ങണമെങ്കിൽ ഏറ്റവും ആവശ്യമുള്ളത് എമ്പതിയാണ്. രണ്ടുപേരും മ്യൂച്വലി എമ്പതൈസ് ചെയ്യണം, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനുകമ്പ തോന്നണം. എമ്പതി തോന്നിയില്ലെങ്കിൽ നാച്ചുറലി നമ്മൾ ബ്ലെയിമിലേക്ക് പോവുകയാണ്. അപ്പം ആ ബോട്ടിനകത്ത് നോക്കിയപ്പോൾ ആരും ഇല്ലയെന്ന് അറിഞ്ഞതുപോലെ, എന്നിട്ട് ആ വ്യക്തിയുടെ ദേഷ്യോടെ ശമിച്ചതുപോലെ, ഒരു നിമിഷത്തേക്ക് നീ എൻ്റെ ലൈഫിലുണ്ടാകുന്ന അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ എൻ്റെ പാർട്ട്ണർ ശരിക്കും ഉണ്ടാക്കിയതാണോ, അതോ അവരതിൽ ചെന്ന് പെട്ടുപോയതാണോ, അതോ ഈ റിലേഷൻഷിപ്പിൽ രണ്ടുപേരുടെയും കാരണം കൂടാതെ സംഭവിച്ചു പോയതാണ് എന്നും കൂടെ നോക്കാനൊരു കഴിവ് നമുക്കുണ്ടാവണം. അത് നമ്മൾ നോക്കാൻ ശ്രമിച്ചിരിക്കണം. അത് നമുക്ക് വളർത്തിയെടുക്കാവുന്നൊരു കഴിവാണ്. അത് ഉണ്ട് എങ്കിൽ ആധുനിക കാലത്തെ ഒട്ടുമിക്ക ഇഷ്യൂസും നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കും.